നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയ മലയാള വർഷമായ കൊല്ലവർഷം 1200 ഓരോ നക്ഷത്രത്തിലും ജനിച്ച ആളുകളുടെ അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ മൂല നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 അനുഭവങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മൂല നക്ഷത്രം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള നക്ഷത്രമാണ്. നമ്മുടെ വളരെ മുമ്പുള്ള വീഡിയോയിൽ നക്ഷത്ര ജാലകം എന്ന പരിപാടി മൂലനക്ഷത്രത്തിൻ്റെ പല പ്രത്യേകതകളും പറഞ്ഞിട്ടുണ്ട്. നിരുതി എന്ന് പറയുന്ന ദേവതയാണ് മൂലനക്ഷത്രത്തിൻ്റെ ദേവത. അപ്പോൾ ആ നക്ഷത്ര ദേവതയെ കൽപ്പിച്ചിരിക്കുന്നത് തന്നെ ചില പ്രത്യേകതകളോട് കൂടിയാണ്. വൈദിക കാല ദേവതയാണത്. മാത്രമല്ല വാസ്തുശാസ്ത്രത്തിലും ആ ദേവതയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ മൂലം എന്ന് പറയുമ്പം അടിസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനെപ്പറ്റി പിന്നീട് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. എന്താണെങ്കിലും മൂലനക്ഷത്രക്കാരുടെ ഫലം നമ്മൾ നോക്കുമ്പം ഗ്രഹചാരം കൊണ്ടുള്ള, അതായത് ഗ്രഹസഞ്ചാരം കൊണ്ടുള്ള താൽക്കാലിക ഫലങ്ങൾ, നക്ഷത്ര പ്രത്യേകതകൾ കൊണ്ടുള്ള ഫലങ്ങൾ ഇവ ചേർത്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ധനുരാശിയിൽ വരുന്ന മൂലനക്ഷത്രം അവർക്ക് വർഷത്തിൻ്റെ തുടക്കം ശനി 3-ലാണ്. ധനു, മകരം, കുംഭത്തിലൂടെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ശനി. അപ്പോൾ ഈ 3-ൽ ശനി എന്ന് പറയുന്നത് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ്. ശനി വക്രത്തിലായതുകൊണ്ട് ചില മാറ്റങ്ങളുണ്ടാകും എങ്കിൽ പോലും ശനി ഈ സമയത്ത് ഭൂമി ലാഭവും വ്യാപാര ലാഭവും ഒരുപാട് സുഹൃത്ബന്ധങ്ങളും കച്ചവടത്തിൽ വിജയമൊക്കെ നൽകുന്ന എന്ന് പറഞ്ഞാൽ പുതിയ മേഖലകളിലൊക്കെ വിജയം നൽകുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. വർഷത്തിൻ്റെ ഏതാണ്ട് മധ്യം വരെ ശനി ഇപ്രകാരം അനുകൂലമായിട്ട് തന്നെ സഞ്ചരിക്കും. 2025 മാർച്ച് മാസം അവസാനമാകുമ്പോഴത്തേക്കും ശനി കുംഭൻ രാശി വിട്ട് മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. അപ്പോഴത്തേക്കും ശനി 4-ാം ഭാവത്തിലേക്ക് ആയിത്തീരും. 4-ാം ഭാവത്തിൽ ശനി എന്ന് പറഞ്ഞാൽ കണ്ടകശനിയാണ്. അപ്പോൾ കണ്ടകശനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീനം രാശിയിലൂടെ ശനി സഞ്ചരിക്കുമ്പം ശനിയും വ്യാഴവും സമഗ്രഹങ്ങളായതുകൊണ്ട് വലിയ ദ്രോഹങ്ങളില്ലാതെ ഈ കാലഘട്ടം കടന്നു പോകും. എങ്കിലും ആ 4-ൽ ശനി എന്നുള്ളത് കുടുംബസ്ഥാനത്താണ്. അതുപോലെ തന്നെ മാതാവിനും മാതൃബന്ധുക്കളെയൊക്കെ സൂചിപ്പിക്കുന്ന സ്ഥാനത്താണ് ഈ 4-ൽ ശനി വരുന്നത് എന്നതുകൊണ്ട് ആ ഭാവങ്ങൾക്കൊക്കെ പുഷ്ടിക്കുറവ് അല്ലെങ്കിൽ ദൈവാധീനക്കുറവ് ഉണ്ടാകും. മാതാവിന് രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ മാതൃബന്ധുക്കളുമായിട്ട് തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. മാത്രമല്ല സാമാന്യമായിട്ട് പല കാര്യങ്ങളിലും തടസ്സം ഉണ്ടാകും. വീട് സംബന്ധിച്ച പല കാര്യങ്ങളിലും തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വർഷമധ്യം വരെ ശനി വളരെ അനുകൂലമാണ്. ഈ ഒരു കാലഘട്ടം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. കൃഷിയിലാണെങ്കിലും വ്യാപാരത്തിലാണെങ്കിലും ഒക്കെ ശനിയുടെ ആ അനുകൂലാവസ്ഥ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. വ്യാഴത്തിൻ്റെ സ്ഥാനം നോക്കുമ്പം വ്യാഴം ഇപ്പോൾ 6-ാം ഭാവത്തിലാണ്. 6-ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്നത് ശത്രുഭാവമാണ്. അതിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഇടവൻ രാശിയിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ശത്രുഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ദൈവാധീനം വളരെ കുറയ്ക്കും, അല്ലെങ്കിൽ ദൈവാധീനം കുറയാൻ കാരണമാകും. മാത്രമല്ല ശത്രുക്കളുടെ ശല്യം പലപ്പോഴും അനുഭവിക്കേണ്ടതായിട്ടും വരും. വ്യാഴത്തിൻ്റെ കുഴപ്പമല്ല, വ്യാഴത്തിന് ഫലദാനശേഷി കുറയും 6-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ ഈ ശത്രുശല്യം കുറേയേറെ അനുഭവിക്കേണ്ടി വരും. ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും നമുക്കെതിരെ ചില പ്രവർത്തനങ്ങൾ ഗൂഢമായിട്ടാണ് നടത്താനിടയുള്ളത്. പക്ഷേ വ്യാഴം ഒരു പരിധിവരെ, വ്യാഴത്തിൻ്റെ ഒരു ദൈവിക ശക്തി എന്നുള്ളത് കൊണ്ടും ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും വ്യാഴം ഒരു പരിധിവരെ തടഞ്ഞു നിർത്തും. എങ്കിൽ പോലും പൂർണ്ണമായിട്ടും ദൈവാധീനം തരാൻ വ്യാഴത്തിന് സാധ്യമല്ല 6-ൽ കൂടെ സഞ്ചരിക്കുമ്പോൾ. 2025 മെയ് മാസം ആകുമ്പോഴത്തേക്കും വ്യാഴം 7-ലേക്ക്, അതായത് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കും. ധനു കൂറുകാരുടെ 7-ാം ഭാവത്തിലേക്ക് വരും. 7-ൽ വ്യാഴം എന്ന് പറയുന്നത് ധനപരമായിട്ടും വ്യാപാര സംബന്ധമായിട്ടും വളരെ ഗുണകരമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വർഷാവസാനം ധനപരമായിട്ട് ഗുണകരമായിട്ട് വരും. പക്ഷേ ശനിയുടെ സ്ഥാനം ദോഷകരമായിട്ട് വരും വർഷാവസാനം. അതുകൊണ്ട് തന്നെ കുറേ തടസ്സങ്ങൾ അനുഭവപ്പെടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വേണം ചിന്തിക്കാൻ. അപ്പം ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഗുണവും ദോഷവും മാറി മാറി വരുന്ന അവസ്ഥകൾ ജീവിതത്തിൽ നേരിടേണ്ടി വരും. പക്ഷേ വ്യാഴം 7-ലേക്ക് വരുമ്പോൾ ശത്രുശല്യം അങ്ങ് കുറയും. പിന്നെ രാഹുവും കേതുവുമാണ് മറ്റ് 2 പ്രധാന ഗ്രഹങ്ങൾ. ദീർഘകാല ഫലം നൽകുന്ന 2 നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതു, അല്ലെങ്കിൽ 2 നിഴലുകളാണ്. ഇപ്പോൾ രാഹു ഇപ്പോൾ 4-ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റേതായ ചില പ്രയാസങ്ങൾ, ചില തർക്കങ്ങൾ, വാക്ക് പിഴച്ചുള്ള ചില ശത്രുതകൾ, ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഇപ്പം.
അപ്പോൾ 2025 മെയ് മാസത്തിലാണ് രാഹു പുറകോട്ട് നീങ്ങി കുംഭൻ രാശിയിലേക്ക് വരുന്നത്. അപ്പോൾ രാഹു 3ലേക്ക് വരുമ്പോൾ കുറച്ച് ഗുണകരമായ ഫലങ്ങൾ നൽകും. പെട്ടെന്നുള്ള ചില ധനലാഭങ്ങളൊക്കെ ആ സമയത്ത് കിട്ടും, അതായത് മെയ് മാസം ആകുമ്പോഴത്തേക്കും. അപ്പോൾ മെയ് മാസം ആകുമ്പോൾ രാഹു അനുകൂലമാവും, വ്യാഴവും അനുകൂലമാവും. പക്ഷേ രാഹു പൂർണ്ണമായും ഒരു ശുഭഗ്രഹമല്ല, മാത്രമല്ല പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു ഗ്രഹം കൂടെയാണ്, നിഴൽ ഗ്രഹം കൂടെയാണ്. അപ്പോൾ നിഴലുകളാണ്, പിണ്ട ശരീരം ഇല്ലെങ്കിൽ പോലും ഈ രാഹുവിൻ്റെ കാന്തിക ശക്തി എന്ന് പറയുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും വളരെ വിപുലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു പല ഗ്രഹങ്ങളുടെയും ഫലദാനശേഷിയെ സ്വാധീനിക്കാൻ ഈ രാഹു കേതുക്കളുടെ സ്വാധീനത്തിന് കഴിയുന്നുണ്ട്. ഇതിന് ജ്യോതിഷപരമായ വിശ്വാസപരമായ കാരണം മാത്രമല്ല ഉള്ളത്, ഇതിന് ഗണിതപരമായ പല കാരണങ്ങളുമുണ്ട്. കാരണം ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഭ്രമണപഥങ്ങൾ പരസ്പരം ഛേദിക്കുന്ന 2 പോയിൻ്റാണ് ഈ രാഹുവും കേതുവും. അപ്പോൾ അതിന് ഗണിതപരമായിട്ട് പല പല പ്രാധാന്യമുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഭൂമിയിൽ ഈ ചന്ദ്രൻ്റെ സ്ഥാനം ചെലുത്തുന്ന പ്രത്യേകത കൊണ്ടാണ്, ഓരോ സ്ഥാനത്ത് ചന്ദ്രൻ വരുമ്പോൾ ഭൂമിയെ അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെ എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ രാഹു 4ലാണ്, അത് 3ലേക്ക് വരും. കേതു ആണെങ്കിൽ ഇപ്പോൾ കർമ്മഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മസംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാൽ അതേ സമയത്ത് ആത്മീയ രംഗത്തേക്ക് കർമ്മം വ്യാപിപ്പിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇപ്പോഴും. ഇപ്പോൾ ഈ വർഷത്തിൻ്റെ മധ്യഭാഗം വരെ ഉള്ള സമയത്ത് നമ്മൾ ആത്മീയമായ വിശ്വാസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപ്രകാരമുള്ള ദേവാലയങ്ങളിൽ ദർശനം നടത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് തന്നെ ഈ ചില പിതൃകർമ്മങ്ങൾ ഒക്കെ ചെയ്യേണ്ടി വരും എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ കേതു വർഷാവസാനമാകുമ്പോൾ 9ലേക്കാണ് വരുന്നത്, ഭാഗ്യഭാവത്തിലേക്കാണ്. അത് ഭാഗ്യത്തെ ബാധിക്കും. അതുപോലെ തന്നെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെയും ബാധിക്കും. ഗുരുനാഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെയും ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാഹു കേതുക്കൾക്ക് ഈ വർഷം വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മെയ് മാസം ആകുമ്പോഴത്തേക്കും രാഹു കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്ന് പുറകോട്ട് നീങ്ങി ചിങ്ങത്തിലേക്കുമാണ് വരുന്നത്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും സഞ്ചാരം എന്ന് പറയുന്നത് വിലോമഗതിയാണ്, അതായത് പുറകോട്ടുള്ള സഞ്ചാരമാണ്. അപ്പോൾ ഇവയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രധാനമായിട്ടത് പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, മറ്റൊരു വീഡിയോയിൽ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അവയുടെ പ്രത്യേകതകളും അതുമായിട്ട് ബന്ധപ്പെട്ട പരിഹാരങ്ങളുമൊക്കെ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് മൂലനക്ഷത്രക്കാരുടെ അനുഭവങ്ങളെപ്പറ്റി നോക്കുമ്പോൾ വർഷാദ്യമൊക്കെ രോഗസാധ്യത ഉണ്ട്. കാരണം വ്യാഴം അത്ര ഗുണകരമല്ലല്ലോ, 6ലൂടെയാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവം കളനെയും രോഗത്തെയും ശത്രുതയും എല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ്. അപ്പം ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് ഭയങ്കരമായ ടെൻഷൻ, ഭയങ്കരമായ മുൻകോപം ഒക്കെ ഉണ്ടാകാനിടയുള്ള കാലഘട്ടമാണ്. അതൊക്കെ നമുക്ക് നഷ്ടസാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ കർമ്മരംഗത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഈ ദേഷ്യം, മുൻകോപം പല ദോഷങ്ങളും സൃഷ്ടിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. വ്യാഴത്തിൻ്റെ സ്ഥാനം 6ലായതുകൊണ്ട് വർഷമധ്യം വരെയെങ്കിലും ഈ മുൻകോപത്തെ ഒന്ന് അടക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അനാവശ്യമായ കൂട്ടുകെട്ടുകൾ നമുക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളിലേക്കും എത്തിക്കുന്നതാണ്. എന്നാൽ സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചവർക്ക് ശനിയുടെ അനുഗ്രഹം കൊണ്ട് ജോലി കിട്ടാനുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ട്. തൊഴിലിൽ വിജയമുണ്ടാകും വർഷമധ്യം വരെ പ്രത്യേകിച്ച്. പക്ഷേ വരവിൽ കവിഞ്ഞ ചെലവ് ഉണ്ടാകും. ധനാധിപനായ വ്യാഴം ദുസ്ഥാനത്തായതുകൊണ്ട് ചെലവ് വളരെയേറെ കൂടുതലായിരിക്കും. അത് പിന്നെ എഴുത്തുകാർക്കൊക്കെ കലാകാരന്മാർക്കൊക്കെ ഗുണകരമാണ്. പ്രശസ്തിയൊക്കെ ഉണ്ടാകും. ധനം പക്ഷേ കൈ നിൽക്കാൻ സാധ്യതയില്ല. പിന്നെ വർഷമധ്യത്തോടടുത്ത് തന്നെ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വ്യാഴം 6ൽ നിന്ന് അടുത്ത 7ലേക്ക് മാറാൻ വരുന്ന സമയത്ത് വിവാഹമൊക്കെ തീരുമാനമാകാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് തന്നെ ആലോചനകളൊക്കെ ഉണ്ടാകാം. അതേപോലെ തന്നെ ഈ രാഹുഗതികളുടെ ട്രാൻസിറ്റ് സമയത്ത് നിശ്ചയിച്ച വിവാഹം ഒന്ന് മാറ്റി വെക്കാനോ ദീർഘിപ്പിച്ച് വെക്കാനോ ഒക്കെയുള്ള കാരണങ്ങൾ ഉണ്ടായി വരാം. ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനും സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ അതുമൂലം ദോഷങ്ങൾ ഉണ്ടാകാം. പിന്നെ വർഷമധ്യത്തിലെ അനുഭവങ്ങൾ പറഞ്ഞാൽ കുറേ ചിലവുകൾ വർദ്ധിക്കും, ദ്രവ്യനാശം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമെന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ചില രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിപ്പിക്കേണ്ടതാണ്.
സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അലച്ചിലുകൾ ഉണ്ടാകാം. ഏതാണ്ട് വിഷു കാലത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമാകുമ്പോഴത്തേക്കും ജോലി ലഭിക്കാൻ ഉള്ള അവസരങ്ങൾ വീണ്ടും തുറന്നു വരും. വ്യാഴമൊക്കെ അനുകൂലമാവില്ല. ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്കും വ്യാഴം അനുകൂലമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് ജോലിക്കോ ഇൻ്റർവ്യൂവിനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. പിന്നെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെയും ഈ ഗുണദോഷ സമ്മിശ്രമായ അനുഭവമാണ്. വളരെ ഈസി ആയിട്ടൊന്നും നമുക്ക് വീട് വെച്ച് മാറാനായിട്ട് സാധിക്കണം എന്നില്ല. മേടമാസം കഴിഞ്ഞാൽ സാമാന്യം ഗുണകരമായ അനുഭവങ്ങൾ, ദൈവാധീനം വർദ്ധിക്കും, സാമാന്യം ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. വിഷുവിന് ശേഷം ജോലിയിൽ പ്രവേശിക്കാനുള്ള അർഹത ലഭിക്കുന്നതാണ്. സാമാന്യം മനസ്സുഖമുള്ള കാലങ്ങളാണ് പോകുന്നത്. പക്ഷേ ആ സമയത്ത് ശനി 4-ൽ വരുന്നതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ അനുഭവപ്പെടാം. പിന്നെ വർഷമധ്യത്തിന് ശേഷം പ്രണയിക്കുന്നവർക്കൊക്കെ കുറേ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ജാതകത്തിൽ ശുക്രൻ അനുകൂലമാണെങ്കിൽ അവർക്ക് പ്രേമബന്ധം വിവാഹത്തിലെത്തിക്കാനായിട്ട് സാധിക്കും. ശുക്രൻ ദോഷകരമാണെങ്കിൽ ബന്ധുക്കളുടെ ഇടപെടൽ മൂലം വിവാഹം നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പിന്നെ മൂലനക്ഷത്രക്കാരുടെ അനുഭവം എന്ന് പറയുന്നത് വർഷാവസാനം ആകുമ്പോഴത്തേക്കും പുതിയ വീട്ടിലേക്ക് മാറാൻ ഉള്ള യോഗമുണ്ട്. വാഹനം ഒന്ന് മാറ്റി വാങ്ങിക്കാനുള്ള യോഗം ഉണ്ട്. പിന്നെ ചില കേസുകൾ ഈ വർഷം നേരിടേണ്ടി വരും എന്നുള്ളൊരു ദോഷഫലമുണ്ട്. വലിയ മാരകമൊന്നുമായിട്ട് നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ പോലും കുറേ കാലത്തേക്ക് മനസ്വസ്ഥത നശിപ്പിക്കാനായിട്ട് അത് കാരണമാകും. കേസുകളോ ആരോപണങ്ങളോ ആകാം. വ്യാഴം ഈ മെയ് മാസത്തിൽ മാറുന്നതോടുകൂടി വിവാഹ കാലം അനുകൂലമായ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതി ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾക്കൊക്കെ പ്രവേശനം തേടുന്ന വിദ്യാർത്ഥികൾക്ക് ആ സമയത്ത് വളരെ ഗുണകരമാണ്. ഭക്ഷണ സുഖം ഒക്കെ ഉണ്ടാകും. നല്ല ഫുഡ് കഴിക്കാനുള്ള യോഗം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കും. ശനി മാറുന്നതോടുകൂടി ശനി 4-ലേക്ക് മാറുമ്പോൾ വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകാം. അന്യദേശവാസം ഉണ്ടാകാം. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള യോഗവും ഉണ്ടാകാം. പിന്നെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. രേഖകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. വ്യാപാരത്തിൽ എഗ്രിമെൻറ്റുകൾ, കരാറുകൾ, ധാരണാപത്രങ്ങൾ, പ്രോമിസറി നോട്ടൊക്കെ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വായ്പ എടുക്കുന്നവർ വ്യവസ്ഥകളൊക്കെ വായിച്ച് നോക്കിയിട്ട് മാത്രമേ ഈ വർഷം വായ്പ എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്കൂടെ നോക്കാം. ചൊവ്വാദശ, വ്യാഴദശ, സൂര്യദശ, കുജദശ, വ്യാഴദശ, സൂര്യദശ, ഈ 3 ദശാകാലങ്ങളിലോ അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ അപഹാര കാലങ്ങളിലൂടെയോ കടന്നു പോകുന്നവർ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസപ്രകാരമുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ കേതുവിനെ പ്രീതിപ്പെടുത്തേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. കേതുവിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഈ വർഷം ഉണ്ടായേക്കാം. അപ്പം ഗണപതി ഭഗവാന് വഴിപാട് ചെയ്യുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ കേതുവിന് അർച്ചന നടത്തുന്നതും പട്ട് സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തന്നെ കേതു ദോഷം നന്നായിട്ട് മാറുന്നതാണ്. പിന്നെ അശ്വതി, മകം, മൂലം നക്ഷത്ര ദിവസങ്ങളിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. അവിടെ ഒരു നെയ്വിളക്ക് കൊടുക്കുക. ഇതിലേതെങ്കിലും ഒരു ദിവസം, അതായത് മൂലം നക്ഷത്രത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായ അശ്വതിയിലോ മകം നക്ഷത്രത്തിലോ ഗണപതി ഭഗവാന് ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക. ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഇത് സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പിന്നെ വ്യാഴം ദോഷകരമാണ്. ശനി, ഈ വ്യാഴം അനുകൂലമാകുന്നതിന് മുമ്പ് തന്നെ ശനി നമ്മുടെ കുടുംബഭാവത്തിലേക്ക് മാറും. അപ്പോൾ ആ ഒരു 2 മാസത്തെ ഗ്യാപ്പിൽ പ്രത്യേകിച്ച്, അതായത് മാർച്ചിലാണ് പിന്നെ ശനി മാറുന്നത്, വ്യാഴം മാറുന്നത് മെയ്യിലാണ്. ആ ഒരു ഗ്യാപ്പിൽ നന്നായിട്ട് പ്രാർത്ഥനയും ദേവാലയ ദർശനമൊക്കെ നടത്തേണ്ടതാണ് എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ശിവന് വഴിപാട് ചെയ്യേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. മഹാദേവന് ഭസ്മം സമർപ്പിക്കുക, അർച്ചനകൾ ചെയ്യുക, ധാര വഴിപാട് സമർപ്പിക്കുക. ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. ആശങ്കയൊക്കെ കണ്ടമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ
മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ കണ്ടമാന ആശങ്കയോ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ ശിവന് ധാര വഴിപാട് ചെയ്യുക, പെട്ടെന്ന് തന്നെ അത് മാറുന്നതാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ശിവൻ അർച്ചന കൊടുത്താലും മതി. കൂവളത്തില കൊണ്ടുള്ള അർച്ചന ചെയ്യുകയാണെങ്കിൽ ശത്രുദോഷം നന്നായിട്ട് പരിഹരിക്കാം, രോഗാവസ്ഥകൾ മാറുന്നതാണ്. ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ സമയത്ത്, അതായത് വർഷത്തിൻ്റെ മധ്യം വരെ ഒരു തുളസിമാല, അതിനിടയ്ക്ക് നമുക്ക് പക്കപ്പിറന്നാൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തുളസിമാല സമർപ്പിക്കുക, ഇല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക. മാസത്തിൽ ഒന്നെങ്കിലും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ആ വ്യാഴത്തിൻ്റെ ദൈവാധീനക്കുറവ് പരിഹരിക്കാൻ വളരെയേറെ ഗുണകരമാണ്. പിന്നെ പൈസയുടെ ഇതനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ ധനം ഉണ്ടെങ്കിൽ എമൗണ്ട് കൂടിയ വഴിപാടുകൾ ചെയ്യുന്നത് കുഴപ്പമില്ല. ഞാൻ സാധാരണക്കാരായ ആളുകൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താണേലും മഹാവിഷ്ണുവിനും മഹാദേവനും ഗണപതിക്കും 3 പേർക്കും വഴിപാട് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ രാഹു കേതുക്കൾക്കുള്ള വഴിപാടുകൾ ചെയ്യുക. രാഹു 3ലേക്ക് വരുമ്പം അനുകൂലമായ ഫലങ്ങൾ, ധനലാഭമൊക്കെ തരാൻ വേണ്ടിയിട്ട് സർപ്പ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. 100 പാലും കൊടുക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി സമർപ്പിക്കാം, ദക്ഷിണയായിട്ട് നാണയങ്ങൾ സമർപ്പിക്കാം, പട്ട് സമർപ്പിക്കാം. അതൊക്കെ നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിലെയും ആ സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയുടെ സങ്കല്പം അനുസരിച്ചുള്ള വഴിപാടുകളോടുകൂടി ചെയ്യുക. ബിസിനസ് ചെയ്യുന്നവർ കൃത്യമായിട്ടും ഗണപതി ഭഗവാന് വഴിപാട് ചെയ്യണം. ഹനുമാൻ സ്വാമിക്ക് വെറ്റില മാല വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ പങ്കാളികൾ തമ്മിലുള്ള തർക്കം മാറാൻ വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ വ്യാപാരത്തിൽ ന്യായമായ ലാഭം കിട്ടാനും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉപകാരപ്രദമാണ്. ശനി ദോഷകരമായിട്ട് മാറുന്ന സന്ദർഭങ്ങളിൽ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുന്നതും വളരെ ഗുണകരമാണ്. ഇത്രയൊക്കെ വഴിപാട് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ലാതെ ഈ വർഷം മുന്നോട്ട് പോകാൻ സാധിക്കും. പൂർണ്ണമായും ഗുണകരമല്ല, മാറിയും മറിഞ്ഞും ഗുണവും ദോഷവും വന്നുകൊണ്ടിരിക്കും മൂലനക്ഷത്രക്കാർക്ക്. മൂലനക്ഷത്രത്തിൻ്റെ ചില പ്രത്യേകതകളുമുണ്ട്. ഈ രൂക്ഷമായ കോപം അതിലൊന്നാണ്. അപ്പോൾ ഈ വർഷം അത് വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത്. അതിനെ ഒന്ന് അടക്കി വെക്കുക, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇതാണ് മൂലനക്ഷത്രക്കാരുടെ പൊതുഫലമായിട്ട് നമുക്ക് ഈ വർഷം പറയാവുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടിലുള്ള ആളുകൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വഴിപാടുകളൊക്കെ ചെയ്ത് ദോഷങ്ങളൊക്കെ നീക്കി മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും അച്ഛനമ്മമാർക്കുമൊക്കെ വളരെ ഗുണകരമായിരിക്കട്ടെ ഈ വർഷം എന്ന് ആശംസിക്കുന്നു. ദോഷകാലങ്ങളൊക്കെ ഒരു വശത്തൂടെ ഒഴിഞ്ഞു പോകട്ടെ, ദൈവാധീനം എന്നും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.